Hello guys, welcome to my channel, Mr. Chef. Chicken Dynamite. പേര് പോലെ തന്നെ ഒരു വെടിക്കട്ട് ഐറ്റമാണ് നമ്മളുടെ ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള മധുരവും എരിവും പുളിയുമുള്ള ഒരു വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ഫിലിപ്പിനോ ഡിഷാണിത്. ബോൺലെസ് ചിക്കൻ ബാറ്റർ ഫ്രൈ ചെയ്ത് ക്രീമി ആയിട്ടുള്ള സോസിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ചിക്കൻ ഡൈനാമിറ്റ് ഉണ്ടാക്കുന്നത്. എനിവേ ഈ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മിസംബ്ലസ് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ചിക്കൻ ഡൈനാമിറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഹോൾ ചിക്കൻ എങ്ങനെ നമുക്ക് ബോൺലെസ് ആക്കാന്നുള്ളൊരു വീഡിയോ നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണുന്ന മാതിരി ഒരു മീഡിയം സൈസിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കട്ട് ചെയ്ത ചിക്കൻ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മാരിനേഷൻ ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സ്മോക്ക് പാപ്രിക്ക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 1 ടേബിൾ സ്പൂൺ ഒറഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല നീരുള്ള ഒരു ലൈമിൻ്റെ അല്ലെങ്കിൽ ഒരു ലെമണിൻ്റെ ഫുൾ ജ്യൂസ്. ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ആവശ്യത്തിന് ഉപ്പ്. 1 എഗ്ഗ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുന്ന മാതിരി ഈ ഒരു കളറിലാണ് നമ്മളുടെ മാരിനേഷൻ കഴിയുമ്പോൾ വരുന്നത്. നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ അറ്റ്ലീസ്റ്റ് 1 hour ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഡസ്റ്റ് ചെയ്യാനായിട്ട് 1 കപ്പ് മൈദയും 1 കപ്പ് കോൺസ്റ്റാർച്ച് അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ നമുക്ക് അതിലേക്ക് വെക്കാം. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഡസ്റ്റ് ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് ഇടാം. എക്സ്ട്രാ ഉള്ള ഫ്ലവർ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കളയാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1 to 1.5 minutes കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കുക. നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതൊരു പാനിലേക്ക് നാപ്കിൻ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന മാതിരി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാനിത് 5 മിനിറ്റ് മാത്രമാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് ഡൈനാമിറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 കപ്പ് ഹോം മെയ്ഡ് മയണൈസ്. ഹോം മെയ്ഡ് മയണൈസിൻ്റെ റെസിപ്പി നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ്. 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചില്ലി സോസ് അല്ലെങ്കിൽ ഹോട്ട് സോസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സോസ് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ചിക്കൻ ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ എങ്ങനെയൊന്ന് പ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ലെറ്റ്യൂസാണ്. നമ്മളുടെ ഡിഷ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് റെസിപ്പികൾ കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഞാൻ ഉറപ്പായിട്ടും അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ until I see you with a different video, bye bye.